അഖിൽമാരാറ് രാജുവേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വലിയൊരു കണ്ടുപിടുത്തം കേട്ടു. അതേസമയം വലിയ വായ്ത്താളങ്ങൾ അടിച്ച ഈ പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലിട്ടും 10 പൈസ മുടക്കി ഒരു നിർമ്മാണ കമ്പനി, അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി സിനിമ ചെയ്തില്ല. അഖിലേട്ടൻ പറയുന്ന ഈ കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് 2017 ഈ പറയുന്ന പ്രത്യേക പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ. അത് തുടക്കത്തെ സിനിമ 9 എന്ന് പറയുന്ന സിനിമയാണ്. 9 ഒരു പരീക്ഷണ ചിത്രമാണ്. അതായത് നമ്മുടെ പൈസ മുടക്കി ഒരു പരീക്ഷണ ചിത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് പൈസ തിരിച്ച് കിട്ടുമോ ഇല്ലെന്ന് ഉറപ്പില്ലാത്ത ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹം സിനിമയോട് അത്രമാത്രം പാഷൻ ഉള്ളതുകൊണ്ട്, ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കുമാരി, കുരുതി, ഗുരുവായൂർ അമ്പലനടൻ ഈ സിനിമകളിലെല്ലാം പുതുമുഖങ്ങളുണ്ട്. കുരുതിയിൽ ഈ പറഞ്ഞ നസ്ലിനും അതുപോലെ തന്നെ റോഷനും അതുപോലെ തന്നെ സാഗറും എല്ലാം പുതുമുഖമായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇവരൊക്കെ വെച്ച് സിനിമ ചെയ്യാന്ന് പറയുന്നത്, പിന്നെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നില്ല പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അത് പുള്ളിക്ക് ദിലീപേട്ടനുള്ള ഇഷ്ടം കൊണ്ട് മറ്റു നടന്മാരെ കുറ്റം പറയാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടോവിനോ തോമസ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ മൊയ്തീനിലും അതുപോലെ തന്നെ 7th ഡേയിലും കാസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ രാജുവേട്ടനാണെന്നുള്ളത്. അപ്പൊ ഒരുപാട് പേരെ പുതുമുഖങ്ങളായി വരുന്ന അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരുപാട് നടന്മാരെ പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മല്ലു സിംഗ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ണിമൂന്തൻ ഒരു മികച്ച ഒരു നടനാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റും അദ്ദേഹം നല്ല നടനാവുമെന്നും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞ പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനോടോ ഒന്നും ഒരു മടിയും കാണിക്കുന്ന വ്യക്തിയാണ് രാജുവേട്ടൻ. അപ്പൊ രാജുവേട്ടൻ സിനിമയോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള പ്രതിബദ്ധതയും ഒന്നും അഖിൽമാരാറിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഒന്ന കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് പറഞ്ഞുള്ള കാര്യം, ഇന്ദ്രിയത്തിന് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇത് ഒരു തരം പരദൂഷണം അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അത് ഒരു വ്യക്തിക്കും അവസരം കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് കൊടുക്കാനോ അല്ല ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നത്. ആ സിനിമയിൽ അനുയോജ്യമായ റോള് വരുമ്പോൾ മാത്രം കൊടുക്കുക. ലൂസിഫറിൽ ഗോവർദ്ധന എന്ന് പറയുന്ന റോൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, 80 കൊടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ വെച്ചിട്ട് അടുത്തൊരു പടം ചെയ്യുന്ന റൂമർ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഭാവിയിൽ അദ്ദേഹത്തെ വെച്ചൊരു പടം ചെയ്ത് കഴിഞ്ഞാൽ അഖിൽമാരോട് ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് ഈ പൃഥ്വിരാജ് ഏട്ടന് അവസരം കൊടുത്തു പറയും. അങ്ങനെ കുറെ അല്പത്തരം പറയാതല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഒരു കഴമ്പുമില്ലാത്ത കാര്യമാണ് പുള്ളി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം പൃഥ്വിരാജ് സുകുമാരന് ഈ പറയുന്ന സിനിമയോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള പാഷനും ഒന്നും ഒരുത്തന്നെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഈ പറയുന്ന അദ്ദേഹം 19ാമത്തെ വയസ്സിൽ വന്ന് അഭിനയം തുടങ്ങി. ഇന്നും അദ്ദേഹം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും അദ്ദേഹത്തിന്റെ ഈ ഡിറ്റർമിനേഷൻ കൊണ്ടുമാണ് മാത്രമാണ്, അല്ലാതെ ഒരുത്തന്നെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല.